ട്രേഡിംഗ് ഇപ്പോൾ ഒരു ട്രെൻഡാണ്, ഒരുപാട് ആൾക്കാർ ഇത് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ക്വിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പോൾ ട്രേഡിംഗ് എന്നല്ല, ഏതൊരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, ഇപ്പോൾ അൻസഫിന് ഒരു ഗെയിൻ ഇല്ലാത്തടത്ത് അൻസഫ് അവിടെ നിൽക്കില്ല കൂടുതൽ കാലം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ കൂടുതലും ക്വിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് എത്ര സമയമാണ് പ്രോഫിറ്റബിൾ ആവാൻ? പ്രോഫിറ്റബിൾ ആവാൻ നമ്മൾ ടൈം പീരീഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ 2 വർഷം എടുത്തിട്ടാണ് ട്രേഡിംഗിൽ പ്രോഫിറ്റബിൾ ആയത്, 3 വർഷം എടുത്തിട്ടാണ് പ്രോഫിറ്റബിൾ ആയത്. പക്ഷേ ഈ 2-3 വർഷം കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തുള്ളത് ഡിസിപ്ലിൻ ആണ്, ഹാബിറ്റ് ആണ്. അതുകൊണ്ടാണ് 2-3 വർഷം എടുത്തത്. അപ്പോൾ പേഴ്സണലി ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഇത് ഡിഫറെന്റ് ആണ്. ടൈം പീരീഡിന് അളക്കാൻ പറ്റില്ല നമുക്ക്. സോ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കിട്ടിയാൽ പോലും അവൻ പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. അബ്സല്യൂട്ട്ലി. ഇപ്പം നമുക്കൊരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി മാത്രമല്ല, പ്രോഫിറ്റബിലിറ്റിക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു 20% ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബാക്കി വരുന്നത് ഡിസിപ്ലിനും മൈൻഡ് സെറ്റിനുമാണ്. നമ്മളിവിടെ വർക്കൗട്ട് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ഡിസിപ്ലിനായിട്ട് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തു, അവിടെയാണ് ഇതിൻ്റെ എഡ്ജ് കിടക്കുന്നത്.